So the next topic is tangent cam with reciprocating roller follower. Okay, so tangent cam, what do you mean by tangent cam? So tangent cam can be defined like this: when the flanks of the cam are straight and tangential to the base circle and the nose circle, then the cam is known as a tangent cam, as shown in figure. So you can see in this figure, when the flanks of the cams are straight and tangential. Flank എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഓക്കെ, സോ ഇതൊരു ഫ്ലാങ്ക് ആണ്, ഇത് മറ്റൊരു ഫ്ലാങ്ക് ആണ്. സോ ഈ ഫ്ലാങ്ക് എന്ന് പറയുന്ന ഈ പോർഷൻസ് ശരിക്കും പറഞ്ഞാൽ നോർമലി ക്യാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫ്ലാങ്ക് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കർവ് ഷേപ്പിലാണ് നമ്മൾ നോർമലി ക്യാം നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഫ്ലാങ്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ടോ, ഈ ഫ്ലാങ്ക് കണ്ടോ, ഇതൊരു ഫ്ലാങ്ക് ആണ്, ദിസ് ഇസ് അനദർ ഫ്ലാങ്ക്. സോ ദീസ് ഫ്ലാങ്ക്സ് ആർ നോർമലി സ്ട്രെയിറ്റ്. ഈ ഫ്ലാങ്ക് സ്ട്രെയിറ്റ് ആണ്. മാത്രമല്ല ഇതാണ് നമ്മുടെ ബേസ് സർക്കിൾ. ഈ കാണുന്ന സർക്കിളാണ് ബേസ് സർക്കിൾ. സോ ദീസ് ടു ഫ്ലാങ്ക്സ് ആർ ഓൾസോ ടാൻജൻഷ്യൽ ടു ദ ബേസ് സർക്കിൾ. ഇപ്പോൾ ഈ ബേസ് സർക്കിൾ ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ഈ ഫ്ലാങ്കും ഈ ബേസ് സർക്കിളിനോട് ടാൻജൻഷ്യലായിട്ടാണ് നിൽക്കുന്നത്. ടാൻജൻഷ്യൽ ടു ദ ബേസ് സർക്കിൾ ആൻഡ് ദ നോസ് സർക്കിൾ. ഇതാണ് ബേസ് സർക്കിൾ, ഇതാണ് നോസ്. ഈ ഒരു പോർഷനാണ് നോസ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു പോർഷനാണ് നോസ്. സോ ഈ നോസിൽ കൂടെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമെങ്കിൽ, ഈ ഒരു നോസ് പോർഷനിൽ കൂടെ നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നതിനാണ് നോസ് സർക്കിൾ എന്ന് പറയുന്നത്. സോ ഈ നോസിനോടും ഈ നോസ് പൊസിഷനോടും ഈ നോസിനോടും അതുപോലെ തന്നെ ഈ ബേസ് സർക്കിളിനോടും ടാൻജൻഷ്യലായിട്ട് കടന്നു പോകുന്ന ആ ഒരു സൈഡ്സിനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ ദ ഫ്ലാങ്ക്സ് ഓഫ് ദ ക്യാംസ് ആർ സ്ട്രെയിറ്റ് ആൻഡ് ടാൻജൻഷ്യൽ ടു ദ ബേസ് സർക്കിൾ ആൻഡ് ദ നോസ് സർക്കിൾ, ദെൻ ദ ക്യാം ഈസ് നോൺ ആസ് എ ടാൻജൻറ്റ് ക്യാം. അപ്പോൾ ടാൻജൻറ്റ് ക്യാം എന്ന് പറയുന്നത് ഇതൊരു ഫ്ലാങ്ക്, ഇതടുത്ത ഫ്ലാങ്ക്, ഈ രണ്ട് ഫ്ലാങ്കും നമ്മുടെ ബേസ് സർക്കിളിനോടും ഈ നോസിൽ കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു നോസ് സർക്കിളിനോടും ടാൻജൻഷ്യലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദെൻ ദാറ്റ് ടൈപ്പ് ഓഫ് ക്യാം ഈസ് നോൺ ആസ് എ ടാൻജൻറ്റ് ക്യാം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ടാൻജൻറ്റ് ക്യാം. സോ ഇൻ ദിസ് ഫിഗർ ദിസ് ഇസ് എ ടാൻജൻറ്റ് ക്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ രണ്ട് ഫ്ലാങ്ക്, ഈ ഫ്ലാങ്കും ഈ ബേസ് സർക്കിളിനോട് ടാൻജൻഷ്യലായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഈ നോസ് പൊസിഷനിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കുമെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോസ് സർക്കിൾ. അപ്പോൾ ഇവിടെ ഒരു നോസ് സർക്കിൾ ഉണ്ടെങ്കിൽ അതിനോടും ഈ ഫ്ലാങ്കും ടാൻജൻഷ്യലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ ദാറ്റ് ടൈപ്സ് ഓഫ് ക്യാംസ് ആർ നോൺ ആസ് എ ടാൻജൻറ്റ് ക്യാം. സോ ദീസ് ക്യാംസ് ആർ യൂഷ്വലി സിമെട്രിക്കൽ അബൌട്ട് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ക്യാം ഷാഫ്റ്റ്. ഓക്കെ, ക്യാം ഷാഫ്റ്റ് ഏതാ? ക്യാം ഷാഫ്റ്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഇവിടെയാണ് ക്യാം ഷാഫ്റ്റ് വരുന്നത്. സോ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് വെച്ചാൽ ഈ ലൈൻ കണ്ടോ, ഈ ലൈനിനോട് സിമെട്രിക്കലായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളൊരു ആക്സിസ് ലൈൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഐഡൻറ്റിക്കലായിരിക്കും, ഒരുപോലെ ഇരിക്കുന്നത് അല്ലേ. കണ്ടോ, ഈ ഭാഗം കണ്ടോ, ഈ ഭാഗവും ആൻഡ് ദിസ് പോർഷൻ രണ്ടും ഐഡൻറ്റിക്കലാണ്, സിമെട്രിക്കലാണ്, ഒരുപോലെയാണ് ഇരിക്കുന്നത്. ദെൻ such types of cams are used for operating the inlet and exhaust valves of internal combustion engine. നമ്മൾ എൻജിൻസിലുള്ള IC എൻജിൻസിലുള്ള ഇൻലെറ്റ് വാൽവ് എക്സോസ്റ്റ് വാൽവും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ടാൻജൻറ്റ് ക്യാംസ് ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി ഷാൽ നൗ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആക്സലറേഷൻ ഓഫ് ദ ഫോളോവർ ഫോർ ദ ഫോളോയിങ് കേസസ്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മളിതിൽ ആക്ട് ചെയ്യുന്ന വെലോസിറ്റി ആക്സലറേഷൻ്റെ എക്സ്പ്രഷനാണ്. We shall now derive the expression for displacement, velocity and acceleration of the follower for the following two cases. So ഈ ക്യാം വെച്ച് നമ്മളൊരു ഫോളോവർ ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഫോളോവറിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ രണ്ട് കേസുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇതാണ്: when the roller has a contact with the straight flank and when the roller has a contact with the nose. സോ ഈ രണ്ട് കേസസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ വെലോസിറ്റി ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് when the roller has contact with the straight flank. സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ when the roller has contact with the nose. അപ്പം നമുക്കറിയാം, നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കൈനമാറ്റിക് ഇൻവേർഷൻ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് ക്യാം ഈസ് ഫിക്സ്ഡ് ആൻഡ് ദ റോളർ ഈസ് മൂവിങ് അറൗണ്ട് ദ ക്യാം അല്ലേ. സോ അങ്ങനെ ഒരു അസംഷനിലാണ് നമ്മൾ ഇതിൻ്റെ ക്യാം പ്രൊഫൈലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ഇതിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ
ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ ഡെറിവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിനെ രണ്ട് രീതിയിലുള്ള നമ്മൾ രണ്ട് കേസസ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ വെൻ ദ റോളർ ഹാസ് കോണ്ടാക്ട് വിത്ത് ദ സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. റോളർ കണ്ടോ, ഇതാണ് സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. ഇവിടം തൊട്ട് കണ്ടോ, സ്ട്രെയിറ്റ് ഫ്ലാങ്ക് എന്ന് വെച്ചാൽ ഈ ഫ്ലാങ്കിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷൻസ് കണ്ടോ, ഈ ജി തൊട്ട് ഇ വരെയാണ് സ്ട്രെയിറ്റ് ഫ്ലാങ്കിൻ്റെ പോർഷൻ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ ക്യൂ തൊട്ട് പി വരെയാണ് സ്ട്രെയിറ്റ് ഫ്ലാങ്ക് ഉള്ളത്. അപ്പോൾ റോളർ ഈ ഒരു പൊസിഷനിൽ ഇ തൊട്ട് ജി വരെയുള്ള പൊസിഷൻ അല്ലെങ്കിൽ പി തൊട്ട് ക്യൂ വരെയുള്ള പൊസിഷനിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അതൊരു കേസ്. സെക്കൻഡ് കേസ് ഈസ് ദാറ്റ് വെൻ ദ റോളർ ഹാസ് കോണ്ടാക്റ്റ് വിത്ത് ദ നോസ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ജി തൊട്ട് ഈ ക്യൂ വരെയുള്ള പൊസിഷൻ, ഈ ഒരു ക്യാമിൻ്റെ പൊസിഷനെയാണ് നമ്മൾ നോസ് എന്ന് പറയുന്നത്. സോ റോളർ ഈ നോസ് പൊസിഷനിൽ കൂടെ മൂവ് ചെയ്യുമ്പോൾ ആ സമയത്ത് റോളറിൽ ഒബ്സർവ് ചെയ്യുന്ന നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ്റെ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കേസസിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത്. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ റോളർ ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ആ ഫോളോവറിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ്റെ ഇക്വേഷൻ. ആൻഡ് ദ സെക്കൻഡ് കേസ് ഈസ് ദാറ്റ് വെൻ ദ റോളർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ നോസ്. റോളർ ഈ നോസ് പൊസിഷനുമായിട്ട്, ഇതാണ് നോസ്, ഈ ജി തൊട്ട് ക്യൂ, ജി കണ്ടോ, ഈ ഒരു കർവ് GHQ എന്നുള്ള ഈ പൊസിഷനാണ് നോസ്. റോളർ ഈ നോസ് പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് ഫോളോവറിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ, അതിൻ്റെ ഡെറിവേഷൻസ്. സോ ഈ രണ്ട് രീതിയിൽ നമ്മൾ ഈ രണ്ട് കേസസാണ് നമ്മൾ ഡെറിവേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ടേംസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Let R1 is the radius of the base circle or minimum radius of the cam. So നമുക്കറിയാം this is the base circle. So the radius of the base circle is taken as R1. R1 is considered as the radius of the base circle. R2 is the radius of the roller. So we are considering a roller follower. So the radius of the roller is taken as R2. R3 is the radius of the nose. So this is the nose position. So this is the nose. So R3 is considered as the radius of the nose. Then alpha is the semi-angle of action of cam or angle of ascent. So alpha നോക്കുവാണെങ്കിൽ ഇവിടെ കാണാം കണ്ടോ, ഈ OB യും OD പൊസിഷൻ കണ്ടോ, ഇതാണ് OBയുടെ ലൈൻ, ഇതാണ് ODയുടെ ലൈൻ. സോ ആ ഒരു പൊസിഷനിൽ കണ്ടോ, ആ രണ്ട് പൊസിഷൻസ് തമ്മിലുള്ള ആ ഒരു ആംഗിളിനെയാണ് ആൽഫ എന്ന് പറയുന്നത്. So alpha is the semi-angle of action or angle of ascent. Angle of ascent ആണ് ആൽഫ. ആംഗിൾ ഓഫ് അസെൻഡ് എന്ന് വെച്ചാൽ ഈ ആൽഫ സ്റ്റാർട്ട് ചെയ്യുന്നത് OBയിൽ ആണ് ആൽഫ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൽഫ എൻഡ് ചെയ്യുന്നത് ODയിലാണ്. അപ്പം ഇത്രയും ഈ OB എന്നുള്ള ലൈനും OD എന്നുള്ള ലൈനും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ. ഈ OB പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫോളോവറിന് പയ്യെ ലിഫ്റ്റ് ഉണ്ടാകുന്നത്. അവസാനം അത് OD കണ്ടോ, ഈ OD എന്നുള്ള പൊസിഷനിലാണ് അതിൻ്റെ ഫൈനൽ പോയിൻ്റ് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെ ഈ ഒരു B തൊട്ട് D വരെയുള്ള ആ ഒരു ഡിസ്പ്ലേസ്മെൻ്റാണ് നമ്മുടെ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് അസെൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ പൊസിഷനിൽ B എന്നുള്ള പൊസിഷനിൽ തൊട്ട് നമ്മുടെ ഫോളോവർ പയ്യെ അസെൻഡ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഫോളോവറിന് ഫോർവേഡ് സ്ട്രോക്ക് ഉണ്ടാവും, അത് D വരെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ B തൊട്ട് D വരെയുള്ള പോർഷനാണ് കണ്ടോ, റോളർ B തൊട്ട് D വരെ എത്തിച്ചേരുന്ന സമയത്തിലുള്ള ഡിസ്പ്ലേസ്മെൻ്റാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി എടുക്കുന്ന ആംഗിളാണ് ആൽഫ. ആൻഡ് phi ഈസ് ദ ആംഗിൾ ഓഫ് ദ ക്യാം ടേൺഡ് ഫോർ കോണ്ടാക്ട് ഓഫ് റോളർ വിത്ത് ദ സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. phi എന്നുള്ള ആംഗിള്, സോ ഈ phi എന്ന് പറയുന്നതും ആൽഫയും സെയിം ആയിട്ടാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അത് രണ്ടും സെയിം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ആംഗിൾ ഓഫ് അസെൻഡ് എന്ന് പറയുമ്പോൾ ആൽഫ എന്ന ടേം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആംഗിൾ ഓഫ് അസെൻഡ് എന്ന ടേമിന് വേണ്ടി നമ്മൾ ആൽഫ എന്നുള്ള ആ ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. phi എന്ന് പറയുന്നത് ആംഗിൾ ടേൺഡ് ബൈ ദ ക്യാം ഫോർ കോണ്ടാക്ട് ഓഫ് ഫോളോവർ വിത്ത് ദ സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. അപ്പം ആംഗിൾ ടേൺ ബൈ ദ ക്യാം ഫോർ ദ കോണ്ടാക്ട് വിത്ത് ദ റോൾ ഓവർ വിത്ത് ദ സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. ഇപ്പോൾ പറഞ്ഞത് ആ വാല്യൂ തന്നെയാണ് phi എന്ന് പറയുന്ന വാല്യൂ. എന്ന് വെച്ചാൽ ഈ ക്യാം ടേൺ ചെയ്യുന്ന ആംഗിൾ ഫോർ കോണ്ടാക്ട് വിത്ത് ദ റോളർ വിത്ത് ദ സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൻ്റെ സമയത്ത് കണ്ടോ, ഈ റോളർ ഇതിന് ചുറ്റും ഈ റോളർ
ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ റോളർ മൂവ് ചെയ്യാൻ ഇപ്പോൾ റോളർ ഇപ്പോൾ ഇനിഷ്യലി സ്ട്രൈറ്റ് ഫ്ലാങ്ക് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങുന്ന സ്ട്രൈറ്റ് ഫ്ലാങ്ക് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത്. സോ ആ റോളർ ഈ പൊസിഷൻ തൊട്ട് ഈ പൊസിഷൻ വരെ റോളർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ആ മൂവ് ചെയ്യുന്ന ആ ആംഗിളാണ് ഈ പറയുന്ന ഫൈ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത്, തീറ്റ ഈസ് ആംഗിൾ ടേൺഡ് ബൈ ദ ക്യാം ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ റോളർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, തീറ്റയാണ് ഈ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആംഗിൾ ടേൺഡ് ബൈ ദ ക്യാം ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ റോളർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഏതെങ്കിലും ഈ റോളർ കണ്ടോ ബി എന്നുള്ള പൊസിഷനിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്ത സമയത്ത് അവിടെ എത്ര ആംഗിളിൽ ടേൺ ചെയ്തു എന്നുള്ളതാണ് ഈ തീറ്റ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഫോളോവറിൻ്റെ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനു വേണ്ടി എടുക്കുന്ന ആംഗിൾ, അതാണ് ഈ തീറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇനീഷ്യലി റോളർ ബിയിലായിരുന്നു. ആ റോളർ ഈ ക്യാം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് റോളർ അടുത്ത പൊസിഷൻ സിയിലോട്ടെത്തി. സോ ബിയിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററാണ് ബിയും സിയും കാണിച്ചിരിക്കുന്നത്. റോളറിൻ്റെ സെൻറ്റർ ബിയിൽ നിന്നും സിയിലോട്ട് എത്തിയപ്പോഴത്തേക്കും അത് എടുക്കാൻ അത്രയും മൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു ആംഗിളാണ് തീറ്റ. എന്ന് വെച്ചാൽ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടി എടുത്ത ആംഗിളാണ് തീറ്റ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആസ് യൂഷ്വൽ ആസ് ഐ ടോൾഡ് നമ്മളിതിൻ്റെ ഡെറിവേഷൻ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ആണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് വെൻ ദ റോളർ ഹാസ് കോണ്ടാക്ട് വിത്ത് ദ സ്ട്രൈറ്റ് ഫ്ലാങ്ക്. റോളർ കോണ്ടാക്ട് വിത്ത് ദ സ്ട്രൈറ്റ് ഫ്ലാങ്ക് എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ഫ്ലാങ്ക് തുടങ്ങുന്നത് ഇ തൊട്ട് ജി വരെയുള്ള പോർഷനാണ്. ഈ ഫിഗറിൽ നോക്കിയാൽ ഇ തൊട്ട് ജി വരെയുള്ള സ്ട്രൈറ്റ് ഫ്ലാങ്ക്, അതുപോലെ തന്നെ പി തൊട്ട് ക്യൂ വരെയുള്ള സ്ട്രൈറ്റ് ഫ്ലാങ്ക്. സോ ഈ രണ്ട് ഇൻ്റർവെൽസിൽ റോളർ മൂവ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഫിഗർ കൺസിഡർ ദിസ് ഫിഗർ. ലെറ്റ് പോയിൻറ്റ് ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ ക്യാം ഷാഫ്റ്റ്. ഇതാണ് ഒ എന്നുള്ള പോയിൻറ്റ്. ഇത് സെൻറ്റർ, ക്യാം ഷാഫ്റ്റിൻ്റെ സെൻറ്ററായിട്ട് വി ആർ കൺസിഡറിങ്. പോയിൻറ്റ് കെ ഈസ് ദ സെൻറ്റർ ഓഫ് ദ നോസ്. ദിസ് ഇസ് ദ നോസ് എന്ന് പറയുന്ന പോർഷൻ ഇതാണ്. അപ്പോൾ നോസിൻ്റെ സെൻറ്ററാണ് കെ. ഇ ജി ആൻഡ് പി ക്യു ആർ സ്ട്രൈറ്റ് ഫ്ലാങ്സ് ഓഫ് ദ ക്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതാണ് ഇ ജി പി ക്യു എന്ന് വെച്ചാൽ ഇത് പി, ഇത് ക്യു. സോ ഇത് രണ്ടെണ്ണമാണ് സ്ട്രൈറ്റ് ഫ്ലാങ്ക്. വെൻ ദ റോളർ ഈസ് ഇൻ ദ ലോവസ്റ്റ് പൊസിഷൻ, ദാറ്റ് ഈസ് വെൻ ദ റോളർ ഹാസ് കോണ്ടാക്ട് വിത്ത് ദ സ്ട്രൈറ്റ് ഫ്ലാങ്ക് ഇ. റോളറിൻ്റെ ലോവസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് കണ്ടോ ഈ പൊസിഷനാണ്. ഇയുമായിട്ട് സ്ട്രൈറ്റ് ഫ്ലാങ്ക് ഇയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന പൊസിഷനാണ്. ദ സെൻറ്റർ ഓഫ് ദ റോളർ ലൈസ് അറ്റ് ബി ഓൺ ദ പിച്ച് കർവ്. അപ്പോൾ ഇ എന്നുള്ള പൊസിഷൻ കണ്ടോ, ഈ ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ ഇ എന്നുള്ള പൊസിഷന് റോളർ കോണ്ടാക്റ്റുമായിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററാണ് ബി, ക്യാപിറ്റൽ ബി. Let the cam has turned through an angle theta between the straight flank EG. Okay, so നമ്മുടെ സ്ട്രൈറ്റ് ഫ്ലാങ്ക് ഏതാ? ഇ ജി എന്നുള്ള സ്ട്രൈറ്റ് ഫ്ലാങ്കിൽ കൂടെ ഈ റോളറിൻ്റെ മോഷനാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ ഈ സ്ട്രൈറ്റ് ഫ്ലാങ്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നോർമൽ പൊസിഷൻ ആദ്യം ഇയിലായിരുന്നു റോളർ ഇരുന്നത്. അതിനുശേഷം ഇയിലുള്ള റോളർ ഒരു തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ അത് സി എന്നുള്ള പൊസിഷനെത്തി. കണ്ടോ, അതാണ് കണ്ടോ ഇയിലിരിക്കുന്ന റോളർ മൂവ് ചെയ്ത് എഫിലെത്തിയപ്പോൾ ഈ റോളറിൻ്റെ സെൻറ്റർ നേരത്തെ ബി ആയിരുന്നു. ആ ബി എന്നുള്ള സെൻറ്റർ സി ആയി മാറി. ഓക്കെ, അപ്പോൾ ഈ ബിയിൽ നിന്നും സിയിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി എടുത്ത ആംഗിളാണ് ഈ തീറ്റ. ഓക്കെ, സോ ദ സെൻറ്റർ ഓഫ് ദ റോളർ ലൈസ് അറ്റ് ദ സി. സോ ബിയിൽ നിന്നും കണ്ടോ ബി സെൻറ്റർ ആയിരുന്നു. ഇത് റോൾ ചെയ്ത് ഇപ്പുറം എത്തിയപ്പോഴത്തേക്ക് അതിൻ്റെ സെൻറ്റർ സി ആയി. ദെയർഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ റോളർ ഫ്രം ഇറ്റ്സ് ലോവസ്റ്റ് പൊസിഷൻ ഈസ് ഗിവൺ ബൈ എക്സ് ഇസിക്കൽ ഒ സി മൈനസ് ഒ ബി. സോ നമുക്കറിയാം ഇതിൽ കണ്ടോ ബിയിലിരുന്ന ഈ സ്ട്രൈറ്റ് ഫ്ലാങ്ക് ഇയുമായിട്ട് കോണ്ടാക്റ്റ് ഇരുന്ന റോളർ ഒന്ന് റോൾ ചെയ്ത് എഫ് സ്ട്രൈറ്റ് ഫ്ലാങ്കിലെ തന്നെ എഫ് എന്നുള്ള പോയിൻറ്റുമായിട്ട് കോണ്ടാക്റ്റ് വന്നു. അപ്പോൾ ആ റോളറിൻ്റെ പൊസിഷൻ ഇങ്ങോട്ട് മാറി. ബി സെൻറ്ററായിരുന്ന റോളർ ബി സെൻറ്ററാക്കി, ഈ റോളറിൻ്റെ സെൻറ്റർ ബി ആയിരുന്നു. ഇത് റോൾ ചെയ്ത് ഇപ്പുറം എത്തിയപ്പോഴത്തേക്കും അത് അടുത്ത പൊസിഷൻ ആയതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ സി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എക്സ് ഇസിക്കൽ ഒ സി മൈനസ് ഒ ബി. എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ മോഷൻ ഒ ബി ഈ ബിയിൽ നിന്ന് സിയിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എക്സ് ഇസിക്കൽ ഒ സി മൈനസ് ഒ ബി. ഇതാണ് ഒ സി, ഇതാണ് ഒ ബി.
സോ അതിൻ്റെ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഈ റോളർ മൂവ് ചെയ്തു എന്നറിയാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് ഒ സി മൈനസ് ഒ ബി. നമ്മുടെ ക്യാമിൻ്റെ സെൻറ്റർ തൊട്ട് റോളറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് അതാണ് ഒ സി. ഒ ബിയും അതുപോലെ തന്നെ ഈ ക്യാമിൻ്റെ സെൻറ്റർ തൊട്ട് റോളറിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസസ്. സോ ഈ രണ്ട് ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ എക്സ് ഇസിക്കൽ ടു ഒ സി മൈനസ് ഒ ബി ദാറ്റ് ഇസിക്കൽ ടു ഒ സിയെ നമുക്ക് ഒ ബി കോസ് തീറ്റ എന്ന് എഴുതാം. ഇത് ഇവിടെ നോക്കിക്കേ, ഈ ഒ സി കണ്ടോ, ഈ ഒ സി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സി ഒ ബി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സി ഒ ബി എന്നുള്ളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒ സിയെ നമുക്ക് ഒ ബി കോസ് തീറ്റ എന്ന് നമുക്ക് വേണേൽ എഴുതാം. സോ നമുക്കൊന്ന് കോസ് തീറ്റ ഒന്ന് എഴുതാം. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഇതാണ് തീറ്റ. സോ ഇതിൻ്റെ കോസ് തീറ്റ എന്ന് വെച്ചാൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഒ ബി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ ഒ സി ആണ് ഹൈപ്പോട്ടന്യൂസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒ ബി സോ ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് ഒ സി ഇസിക്കൽ ടു, സോ അതിൽ നിന്ന് എഴുതാം ഒ സി ഇസിക്കൽ ടു ഒ ബി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഒ സി എന്നുള്ളതിനെ നമ്മൾ ഒ ബി ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതി, വീണ്ടും മൈനസ് ഒ ബി അതുപോലെ തന്നെ എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒ ബിയെ പുറത്ത് എഴുതി, ഒ ബി കോമൺ എഴുതി. ഒ ബി കോമൺ എഴുതിയപ്പോഴത്തേക്കും അതിനെ 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് നമ്മൾ അതിനെ എഴുതുന്നു. ഓക്കെ, അതിനുശേഷം ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ആർ റൈറ്റിംഗ് ഒ ബിയെ നമ്മൾ R1 + R2 എന്നാണ് എഴുതുന്നത്. ഒ ബി നോക്കിക്കേ, ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഒ ബി കണ്ടോ, ഒ തൊട്ട് ബി വരെ. സോ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടോ, ഈ ഒരു റേഡിയസിൻ്റെയും സമ്മല്ലേ ഒ ബി. സോ ഇവിടെ നോക്കിയാൽ മതി, ഈ ഒ ബി എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ബി തൊട്ട് ഈ ഡിസ്റ്റൻസ് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R2, ഒ തൊട്ട് ഈ വരെയുള്ള ഡിസ്റ്റൻസ് R1. സോ ഒ ബിയെ നമുക്ക് R1 + R2 നമുക്ക് വേണേൽ എഴുതാം. അപ്പോൾ അതുകൊണ്ട് ഒ ബിയെ നമ്മൾ R1 + R2 മൾട്ടിപ്ലൈഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ ബൈ തീറ്റ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു ടി വി ഹാവ് ദ വെലോസിറ്റി ഓഫ് ദ ഫോളോവർ. സോ ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷനെ, ഇത് എക്സ് ആണ്, എക്സിൻ്റെ നമ്മൾ വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ വിത്ത് dx/dt ചെയ്യുന്നു. സോ ഇത് എക്സ് ആണ്. സോ dx/dt ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ടി എന്നൊരു ടേം ഇല്ല കണ്ടോ. ഇത് എക്സ് ആണെന്ന് പറഞ്ഞാലും ഈ എക്സിൽ ടി എന്നൊരു ടേം ഇല്ല. നമുക്ക് വേണ്ടത് എന്തുവാ, വെലോസിറ്റിയാണ് വേണ്ടത്. വെലോസിറ്റി കിട്ടാൻ വേണ്ടി dx/dt ചെയ്യണം. ബട്ട് വി ഡോണ്ട് ഹാവ് ടി ഇൻ ദ എക്സ്പ്രഷൻ. നമുക്ക് ഈ എക്സ്പ്രഷനകത്ത് ടി എന്നൊരു വാല്യൂവേ വരുന്നില്ല. അപ്പോൾ dx/dt ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് dx/dθ ഇൻറ്റു dθ/dt ചെയ്യുന്നു. സോ ഇത് നോക്കിയാൽ മതി, ഇങ്ങനെ എഴുതുന്നുള്ള ഒരു തെറ്റുമില്ല. കാര്യം dθയും ക്യാൻസൽ ചെയ്ത് പോയാൽ dx/dt തന്നെയാണ് കിട്ടുന്നത്. സോ അപ്പോൾ നമ്മൾ dx/dt നമ്മൾ ഈ ഫോമിൽ എഴുതി, dx/dθ മൾട്ടിപ്ലൈഡ് ബൈ dθ/dt എന്ന് എഴുതുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ എക്സ്പ്രഷൻ നമ്മൾ അതിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ dx/dθ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. dx/dθ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്നു. ഇതാണ് നമ്മുടെ എക്സ് എന്നുള്ളത്. സോ ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു dθ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ് അടുത്ത് ചെയ്യുന്നത്. സോ dx/dθ, സോ ദിസ് ഈസ് എക്സ്, ഞാനിവിടെ എക്സ് എഴുതാം. സോ ഇത് എക്സ് ആണെന്ന് നമുക്കറിയാം. സോ dx/dθ ചെയ്യാൻ വേണ്ടി ഈ ഹോൾ ഇതിനെ dθ വെച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, R1 + R2 മൾട്ടിപ്ലൈഡ് ബൈ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പം അത് സൈൻ തീറ്റ എന്ന് വരുന്നു, ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് നമ്മൾക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് dx/dθ. സോ ഇതെന്ന് പറഞ്ഞാൽ dx/dθ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കണം, ഇത് തന്നെ കിട്ടുന്നുണ്ടോ നോക്കണം. മൾട്ടിപ്ലൈഡ് ബൈ ഈ dθ/dt, ഇവിടെ നമ്മൾ ഇൻറ്റു dθ/dt എഴുതിയല്ല, അത് അതുപോലെ തന്നെ എഴുതുന്നു. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം dθ/dtയെ നമ്മൾ ഒമേഗയാണ് അല്ലേ. ഈ dθ/dt എന്ന് വെച്ചാൽ ഇത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് വെച്ചാൽ ആംഗുലർ വെലോസിറ്റിയാണ്. അപ്പോൾ ഈ dθ/dtയെ നമ്മൾ ഒമേഗ ആയിട്ട് നമ്മൾ എഴുതുന്നു. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഒമേഗ കണ്ടോ, ഈ dθ/dt ആണ് ഒമേഗ എന്ന് എഴുതിയത്. ഒമേഗ മൾട്ടിപ്ലൈഡ് ബൈ R1 + R2 അതുപോലെ എഴുതുന്നു, മൾട്ടിപ്ലൈഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ നമുക്ക് കിട്ടുന്നു. ഓക്കെ,
സോ ഇങ്ങനെ നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നു. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വെലോസിറ്റി. അപ്പം ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് നമ്മൾ എഴുതുന്നു. ദെൻ ആഫ്റ്റർവേർഡ്സ് ഫ്രം ഇക്വേഷൻ 2 വി സീസ് ദാറ്റ് വെൻ ദ തീറ്റ ഇൻക്രീസസ് സൈൻ തീറ്റ ഇൻക്രീസസ് ആൻഡ് കോസ് തീറ്റ ഡിക്രീസസ്. നമുക്കറിയാം നമുക്ക് തീറ്റയുടെ വാല്യൂ, ഫോർ എക്സാമ്പിൾ തീറ്റയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് സൈൻ 0 നമുക്കറിയാം, സൈൻ 0 0 ആയാൽ, ബട്ട് സൈൻ 90 എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പോൾ തീറ്റയുടെ വാല്യൂ കൂടുമ്പോൾ സൈൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. പക്ഷേ കോസിൻ്റെ വാല്യൂ അങ്ങനെയല്ല, കോസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. കോസ് 0 നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, പക്ഷേ കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ കൂടുമ്പം കോസിൻ്റെ വാല്യൂ, കോസ് തീറ്റയുടെ വാല്യൂ കുറയുവാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, തീറ്റയുടെ വാല്യൂ കൂടുവാണെങ്കിൽ സൈൻ തീറ്റ എന്നുള്ള വാല്യൂ കൂടും, കോസ് തീറ്റ എന്നുള്ള വാല്യൂ കുറയും. അപ്പോൾ മൊത്തത്തിൽ നമ്മളിത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ സൈൻ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ കൂടുന്നു, ഡിനോമിനേറ്റർ കുറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ന്യൂമറേറ്റർ കൂടി ഡിനോമിനേറ്റർ കുറയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ഈ ഒരു ഹോൾ ടേമിൻ്റെ വാല്യൂ കൂടുക. ദസ് ദ വെലോസിറ്റി ഈസ് മാക്സിമം വെൻ തീറ്റ ഈസ് മാക്സിമം. കണ്ടോ, തീറ്റ കൂടുന്നതനുസരിച്ച് ഈ സൈൻ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ള ഈ വാല്യൂ കൂടുവാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പം തീറ്റയുടെ വാല്യൂ കൂടുന്ന എപ്പോഴാണ്? ദസ് ദ വെലോസിറ്റി ഈസ് മാക്സിമം. വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ തീറ്റയുടെ വാല്യൂ മാക്സിമം എപ്പോഴാകുന്നോ അപ്പോഴാണ് നമുക്ക് വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ തീറ്റയുടെ വാല്യൂ നമുക്ക് എവിടെ വരെ പോകാൻ പറ്റും? തീറ്റ നോക്കിക്കേ, തീറ്റ എന്ന് പറയുന്നത് എന്തുവാ? ഈ ബി തൊട്ട് ഈ റോളർ ഈ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ എടുത്ത ആംഗിളാണ് തീറ്റ. അത് എവിടെ വരെ മാക്സിമം മൂവ് ചെയ്യാൻ പറ്റും? അത് സ്ട്രെയിറ്റ് ഫ്ലാങ്ക് എൻഡ് ചെയ്യുന്നത് വരെ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടും അല്ലേ? എന്ന് വെച്ചാൽ ഇനിഷ്യലി സ്ട്രെയിറ്റ് ഫ്ലാങ്ക് തുടങ്ങുന്നത് എവിടെ? ഇയിലാണ് തുടങ്ങുന്നത്, എൻഡ് ചെയ്യുന്നത് ജിയിലാണ്. സോ റോളർ ഇയിലിരിക്കുന്ന റോളർ മൂവ് ചെയ്ത് ഈ അതിൻ്റെ ഫൈനൽ പൊസിഷനിൽ എത്തുന്ന വരെ നമുക്ക് തീറ്റയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഇതിന് ശേഷം പിന്നെ തീറ്റയുടെ വാല്യൂ കൂടത്തില്ല, കാര്യം ഇത് അതിൻ്റെ എക്സ്ട്രീം എൻഡ് പൊസിഷനിൽ നിൽക്കുക. അപ്പം ആ സമയത്തുള്ള ആംഗിൾ ഏതാ? ഫൈ ആണ്. കണ്ടോ, ഈ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലോട്ട് എത്തിച്ചേരാൻ എടുത്ത ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് ഫൈ ആണ്. സോ തീറ്റയുടെ വാല്യൂ മാക്സിമം എവിടെ വരെ കൂടും? ഈ ഫൈ വരെ കൂടത്തുള്ളൂ, അതിനങ്ങേപ്പുറം കൂടത്തില്ല. ഓക്കെ, സോ തീറ്റ ഈസ് മാക്സിമം. അപ്പോൾ തീറ്റയുടെ വാല്യൂ ദിസ് ഹാപ്പൻസ് വെൻ തീറ്റ ഈസ് ഇക്വൽ ടു 5. ദാറ്റ് ഈസ് വെൻ ദ റോളർ ജസ്റ്റ് ലീവ്സ് ദ കോണ്ടാക്ട് വിത്ത് ദ സ്ട്രൈറ്റ് ഫ്ലാങ്ക് അറ്റ് ജി ഓർ വെൻ ദ സ്ട്രൈറ്റ് ഫ്ലാങ്ക് മെർജസ് ഇൻ ടു ദ സർക്കുലർ നോസ്. കണ്ടോ, സോ ഇയിൽ നിന്നും ഈ മാക്സിമം പൊസിഷൻ ജി വരെ മൂവ് ചെയ്ത സമയത്താണ് നമുക്ക് മാക്സിമം ആംഗിൾ കിട്ടുന്നത്. ഈ ജിക്ക് അങ്ങേപ്പുറം പോയാൽ എന്ത് സംഭവിക്കും? അത് നോസ് പൊസിഷനാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന കാര്യമല്ല. നോസ് പൊസിഷൻ്റെ കാര്യം നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് കേസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ ഈ റോളറും സ്ട്രെയിറ്റ് ഫ്ലാങ്കുമായിട്ടുള്ള കോണ്ടാക്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. സോ സ്ട്രെയിറ്റ് ഫ്ലാങ്ക് ഇയിൽ നിന്ന് തുടങ്ങി ഈ ജി വരെയുള്ള പൊസിഷനാണ് ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. ഓക്കെ, സോ ആ ഒരു സമയത്തിലുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, മാക്സിമം തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. സോ വി ആർ കൺസിഡറിങ് 5. സോ മാക്സിമം വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. അപ്പോൾ അതിനകത്ത് തീറ്റയ്ക്ക് പകരം 5 ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ ആണ് ഈ കിട്ടുന്നത്. ദെർഫോർ ദ മാക്സിമം വെലോസിറ്റി ഓഫ് ദ ഫോളോവർ ഈസ് വി മാക്സ് ഇസ് ഇക്വൽ ടു ഒമേഗ R1 + R2 ഇൻറ്റു സൈൻ 5 ബൈ കോസ് സ്ക്വയർ 5. ഇതാണ് നമ്മുടെ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഒരു മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് അടുത്തതായിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ നമുക്കറിയാം. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. സോ നമുക്കിത് കണ്ടോ, ഈ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. സോ differentiating the equation 2 with respect to t, we have the acceleration of the follower. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് a = dv/dt എന്ന് വെച്ചാൽ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ്. ഈ dv/dt നമുക്ക് ഈ രീതിയിൽ എഴുതാം, dv/dθ ഇൻറ്റു dθ/dt. നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ. സോ ഇതിൽ നിന്ന് നമുക്ക് ഈ dθ/dt അതുപോലെ തന്നെ എഴുതുന്നു. ഈ dv/dtയുടെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ വി എന്ന് പറയുന്നത് എന്തുവാ? ഇതാണ് വിയുടെ വാല്യൂ ഇതാണ്. ഓക്കെ, സോ ദിസ് ഇസ് വി. ഇനി ഈ വിയെ നമ്മൾ തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ് dv/dt dθ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം
നമുക്ക് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കേ, ഇതിനകത്ത് ഈ ടേംസൊക്കെ കോമണാണ്. ഒമേഗ R1 പ്ലസ് ഒമേഗ ഇൻറ്റു R1 പ്ലസ് R2 അതുപോലെ പുറത്തെഴുതുന്നു. മൾട്ടിപ്ലൈഡ് ബൈ അടുത്തത് കണ്ടോ, നമ്മൾ അടുത്തത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഡി ബൈ ഡി തീറ്റ ഓഫ് യു ബൈ വി ഫോമിലാണ് ഇത് കിടക്കുന്നത്. സോ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യു ബൈ വി ഡി ബൈ ഡി തീറ്റ ഓഫ് യു ബൈ വി എന്നുള്ള ഫോമിൽ ഉള്ള ഡിഫറൻസിയേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് ആൻസർ കിട്ടുന്നത്. ആദ്യം നമ്മൾ കോസ് സ്ക്വയർ തീറ്റ ഡിനോമിനേറ്റർ എഴുതുന്നു. കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു അടുത്തത് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, അതാണ് ഇവിടെ നമ്മൾ എഴുതുന്നത് കോസ് തീറ്റ മൈനസ് അടുത്തത് ന്യൂമറേറ്റർ അതുപോലെ എഴുതുന്നു. നമ്മുടെ ന്യൂമറേറ്റർ ഏതാ? സൈൻ തീറ്റ അതുപോലെ എഴുതുന്നു. മൾട്ടിപ്ലൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഡിനോമിനേറ്റർ എന്തുവാ? കോസ് സ്ക്വയർ തീറ്റയാണ് ഡിനോമിനേറ്റർ. അപ്പോൾ അതിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ വരുന്നു. താഴെ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ 5 അതിൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ കോസ് റൈസ് ടു 4 വരും. ഓക്കെ, കോസ് തീറ്റ വരും. കോസ് റൈസ് ടു 4 തീറ്റ വരും. എന്നിട്ട് മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി ടി അതുപോലെ എഴുതുന്നു. ഡി തീറ്റ ബൈ ഡി ടിയിൽ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യും, ഡി തീറ്റ ബൈ ഡി ടിയെ നമ്മൾ ഒമേഗ എന്ന് പറഞ്ഞെഴുതും. ഒമേഗ എന്ന് പറഞ്ഞെഴുതുമ്പോൾ ഇവിടെ ഓൾറെഡി ഒമേഗ ഉണ്ട്. അപ്പോൾ ഒമേഗ സ്ക്വയർ വരും. ഒമേഗ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ R1 പ്ലസ് R2 മൾട്ടിപ്ലൈഡ് ബൈ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ ഡിവൈഡ് ബൈ കോസ് ക്യൂബ് തീറ്റ വരും. എന്ന് വെച്ചാൽ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു കോസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഈക്വേഷൻ നമുക്ക് ഈ രീതിയിൽ കിട്ടുന്നത്. ദെൻ ആഫ്റ്റർവേർഡ്സ് വി ആർ റൈറ്റിംഗ് കോസ് സ്ക്വയർ. ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലെ എഴുതുന്നു. ഒമേഗ സ്ക്വയർ ഇൻറ്റു R1 പ്ലസ് R2 മൾട്ടിപ്ലൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഈ 2 സൈൻ സ്ക്വയർ തീറ്റയെ നമ്മൾ ഈ ഫോമിൽ എഴുതുന്നു. 2 ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ എഴുതുന്നു. ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് തീറ്റ എഴുതുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ്. ഇതിനെ പിന്നെ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്ററിൽ കുറച്ച് ടേംസ് ഒക്കെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഒമേഗ സ്ക്വയർ ഇൻറ്റു R1 പ്ലസ് R2 മൾട്ടിപ്ലൈഡ് ബൈ 2 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ കോസ് ക്യൂബ് തീറ്റ എന്ന് നമുക്ക് കിട്ടുന്നു. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ. അപ്പോൾ ഇതാണ് ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ. സോ അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത്, നമ്മളിതിൻ്റെ ആക്സലറേഷൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇതാണ് ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഇത് പറയുന്നത് ആക്സലറേഷൻ്റെ വാല്യൂ A=, ഇതാണ് നമ്മുടെ ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കിട്ടാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ വേരിയിങ് ടേം ഏതാ? ഇതിനകത്ത് ഒമേഗയ്ക്ക് മാറ്റമില്ല, R1 R2 മാറത്തില്ല. പിന്നെ വേരി ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് തീറ്റയ. സോ നമ്മുടെ തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ആക്സലറേഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ എങ്ങനെ വേണം? അതാണ് പറയുന്നത്. എ ലിറ്റിൽ കൺസിഡറേഷൻ വിൽ ഷോ ദാറ്റ് ദ ആക്സലറേഷൻ ഈസ് മിനിമം. ഓക്കെ, ആക്സലറേഷൻ മിനിമം ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആക്സലറേഷൻ മിനിമം ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? വെൻ ഈ ഒരു എക്സ്പ്രഷൻ 2 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ബൈ കോസ് ക്യൂബ് തീറ്റ മിനിമം ആകണം. ഇത് മിനിമം ആയാലേ നമുക്ക് ആക്സലറേഷൻ്റെ വാല്യൂ മിനിമം ആകത്തുള്ളൂ. ഓക്കെ, ഇത് മിനിമം ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ദിസ് ഈസ് only possible when 2 minus cos square theta is minimum and cos cube theta maximum. ഈ വാല്യൂ മിനിമം ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ വാല്യൂ മിനിമം ആകണമെങ്കിൽ ന്യൂമറേറ്റർ ചെറുതാകണം, ഡിനോമിനേറ്റർ വലുതാകണം, അല്ലേ? അപ്പോൾ അത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ ചെറുതാകണം, ഡിനോമിനേറ്റർ വലുതാകണം. ന്യൂമറേറ്റർ ചെറുതാകണം, ഡിനോമിനേറ്റർ വലുതാകണം എന്ന് പറയുവാണെങ്കിൽ നമുക്കറിയാം ഡിനോമിനേറ്ററിൽ വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്തുവാ? നമുക്കറിയാം കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്, അല്ലേ? കോസിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കോസ് തീറ്റയ്ക്ക് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 1 ആണ്. 1ൽ മേളിലോട്ട് കോസ് തീറ്റ കൂടത്തില്ല. അപ്പോൾ കോസിന് വരാൻ പറ്റുന്ന മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഡിനോമിനേറ്ററിന് മാക്സിമം കിട്ടണം, ന്യൂമറേറ്റർ മിനിമം കിട്ടണമെങ്കിൽ ഈ തീറ്റ എന്ന് പറയുന്ന വാല്യൂ 0 ആകണം, അല്ലേ? 0 ആയാൽ എന്ത് സംഭവിക്കും? 2 മൈനസ് കോസ് 0 ബൈ കോസ് ക്യൂബ് 0 വരും. 2 മൈനസ് കോസ് 0 എന്ന് പറഞ്ഞാൽ കോസ് 0 1 ആണ്. 2 മൈനസ് 1 എന്ന് വെച്ചാൽ 1 വരും. താഴെ എന്ത് സംഭവിക്കും? കോസ് ക്യൂബ് തീറ്റ. കോസ് 0 എന്ന് വെച്ചാൽ 1 ആണ്. കോസ് ക്യൂബ് 0 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 വരും. എന്ന് വെച്ചാൽ 1/1 വരും. അത് 1 തന്നെ വരത്തുള്ളൂ, അല്ലേ? അപ്പം അങ്ങനെ ഇതിൻ്റെ വാല്യൂ മിനിമം ആകണമെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ആയാലേ പറ്റത്തുള്ളൂ. സോ വെൻ ദ റോളർ ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിങ്ക് എന്ന് വെച്ചാൽ
തീറ്റയുടെ വാല്യൂ 0 ആയാലേ ആക്സിലറേഷൻ മിനിമം ആകത്തുള്ളൂ. തീറ്റയുടെ വാല്യൂ 0 ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തീറ്റ എന്ന് വെച്ചാൽ എന്തുവാ? തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു ഡിസ്പ്ലേസ്മെൻ്റാണ് തീറ്റ, അല്ലേ? ഈ തീറ്റ 0 ആകണമെന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കുന്നത്? തീറ്റയുടെ വാല്യൂ 0 ആയിട്ടുള്ള പൊസിഷൻ ഏതാ? ഈ സ്റ്റാർട്ടിംഗ് പൊസിഷൻ OB എന്നുള്ള സ്റ്റാർട്ടിംഗ് പൊസിഷനാണ് തീറ്റയുടെ വാല്യൂ 0 ആയിട്ടുള്ള പൊസിഷൻ, അല്ലേ? ഈ സെൻറ്റർ ക്യാം ഷാഫ്റ്റിൻ്റെ സെൻറ്റർ Oയും റോളറിൻ്റെ സെൻറ്റർ Bയുമായിട്ട് ഈ ഒരു ലൈൻ നിൽക്കുന്ന കേസിലാണ് തീറ്റയുടെ വാല്യൂ 0 വരുന്നത്. സോ ആക്സിലറേഷൻ മിനിമം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിലായിരിക്കും നമ്മുടെ ആക്സിലറേഷൻ്റെ വാല്യൂ 0 വരുന്നത്. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടാണ്. ഓക്കെ, സോ വെൻ ദ റോളർ ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിഫ്റ്റ് എലോങ് വിത്ത് ദ സ്ട്രെയിറ്റ് ഫ്ലാങ്ക് എന്ന് വെച്ചാൽ റോളർ കണ്ടോ ഈ ഒരു മിനിമം പൊസിഷനിൽ നിൽക്കുമ്പം കണ്ടോ ലിഫ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഈ തൊട്ട് G വരെയുള്ള പൊസിഷനിൽ കൂടെ റോളർ മൂവ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ലിഫ്റ്റ് സംഭവിക്കുന്നത്, ഫോളോവർ മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം ലിഫ്റ്റ് തുടങ്ങുന്നത് എവിടുന്ന? E എന്നുള്ള പൊസിഷനിൽ റോളർ നിൽക്കുമ്പോഴാണ് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് G വരെ. അപ്പം ഈയുടെ ബിഗിനിങ്ങിൽ എന്ന് വെച്ചാൽ തീറ്റ 0 എന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും മിനിമം ആക്സിലറേഷൻ നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ദാറ്റ് ഈസ് വെൻ ദ റോളർ ഈസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിഫ്റ്റ്. റോളർ പയ്യെ കണ്ടോ ബിഗിനിങ് ഓഫ് ദ ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഇതാണ് ആദ്യത്തെ പൊസിഷൻ. ഇവിടെ നിന്ന് പയ്യെ ഇത് റോളർ മുകളിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇതാണ് ബിഗിനിങ് പൊസിഷൻ ഓഫ് ദ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ലിഫ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഫോളോവറിനുണ്ടാകുന്ന ആ ഒരു മോഷനാണ് ലിഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോളോവർ ഇനീഷ്യലി തുടക്കത്തിൽ B പൊസിഷനിലാണ് നിൽക്കുന്നത്. അത് പയ്യെ ലിഫ്റ്റ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? Bയിൽ നിന്ന് Cയിലോട്ടെത്തും, Cയിൽ നിന്ന് Dയിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ലിഫ്റ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ലിഫ്റ്റ് എന്ന് വെച്ചാൽ ഈ Bയിൽ നിൽക്കുന്ന ആ ഒരു കണ്ടീഷനിലായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ പറഞ്ഞു വന്ന ഇത്രയാണ്. ആക്സിലറേഷൻ്റെ ഏറ്റവും മിനിമം വാല്യൂ നമുക്ക് ഈ റോളർ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, സോ therefore the minimum acceleration of the follower കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു കോസിൻ്റെ തീറ്റയുടെ വാല്യൂ 0 ആകുമ്പോഴാണ് നമുക്ക് മിനിമം വാല്യൂ കിട്ടുന്നത്. സോ നമ്മളിവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 2 - 1/1 വരും. 2 - 1 വരും. 1/1 1 തന്നെ വരും. അപ്പം ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ ω² × R1 + R2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ A minimum = ω² × R1 + R2 എന്ന് നമുക്ക് കിട്ടുന്നു. പിന്നെ അടുത്തത് ആക്സിലറേഷൻ ഈസ് മാക്സിമം വെൻ തീറ്റ = φ. സോ നമുക്കറിയാം ആക്സിലറേഷൻ്റെ വാല്യൂ മാക്സിമം ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ തീറ്റയ്ക്ക് നമുക്ക് മാക്സിമം വാല്യൂ എവിടെ വരെ വരാവോ അത്രയും മാക്സിമം പൊസിഷനിൽ എത്തിയാലേ ആക്സിലറേഷൻ്റെ വാല്യൂ മാക്സിമം ആകത്തുള്ളൂ. ഓൾറെഡി അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആക്സിലറേഷൻ്റെ വാല്യൂ മാക്സിമം ഉള്ള കേസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഈ തീറ്റയുടെ വാല്യൂ φ ആക്കിയാൽ മതി. ഈ φ എന്ന് വെച്ചാൽ എന്തുവാ? ഇത് φ എന്ന് വെച്ചാൽ ഈ മിനിമം പൊസിഷൻ, ഇതാണ് മിനിമം പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഈ D പൊസിഷനാണ് മാക്സിമം പൊസിഷൻ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന റോൾ ചെയ്ത് ഈ പൊസിഷനിൽ എത്തുമ്പോഴായിരിക്കും അവിടെ ഉണ്ടാകുന്ന മാക്സിമം ആക്സിലറേഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഇനിഷ്യലി തീറ്റ ആയിരുന്ന വാല്യൂ അതിൻ്റെ മാക്സിമം പൊസിഷൻ എന്ന് പറയുന്നത് 5 വരെ അതിനെ പറ്റത്തുള്ളൂ. അതിനങ്ങേപ്പുറം അതിന് പ്രത്യേകിച്ച് മോഷനൊന്നും തന്നെ ഇല്ല. സോ ഇനീഷ്യലി ഇരുന്ന തീറ്റ പൊസിഷനിൽ നിന്ന് ഒരു മാക്സിമം തീറ്റ 5 വരെ അത് ആവുന്ന പൊസിഷനിലായിരിക്കും ആക്സിലറേഷൻ മാക്സിമം വരുന്നത്. ഓക്കെ, സോ അത് കിട്ടാൻ വേണ്ടി നമ്മൾ തീറ്റയുടെ അവിടെ 5 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ അതിൽ ഈ തീറ്റയുടെ വാല്യൂ 5 വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ ഫോളോവർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയും പറഞ്ഞത് ഏത് കേസിലാണ്? വെൻ ദ റോളർ ഹാസ് കോണ്ടാക്ട് വിത്ത് ദ സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ കൂടെ, സ്ട്രെയിറ്റ് ഫ്ലാങ്ക് എന്ന് വെച്ചാൽ E തൊട്ട് G വരെ അല്ലെങ്കിൽ P തൊട്ട് Q വരെയുള്ള ഈ ഒരു പൊസിഷനാണ് സ്ട്രെയിറ്റ് ഫ്ലാങ്ക്. അപ്പോൾ റോളർ ഈ സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അടുത്തതായിട്ട് അടുത്ത സെക്കൻഡ് കേസ് എന്ന് വെച്ചാൽ വെൻ ദ റോളർ ഹാസ് കോണ്ടാക്ട് വിത്ത് ദ നോസ് എന്ന് വെച്ചാൽ കണ്ടോ ഇതാണ് നോസ് പൊസിഷൻ. ഈ ഒരു നോസ് പൊസിഷനിൽ കൂടെ റോളർ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷൻ വ്യത്യാസമായിരിക്കും. സ്ട്രെയിറ്റ് ഫ്ലാങ്കിൽ കൂടെ മൂവ് ചെയ്യുന്ന റോളറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സിലറേഷനുമായിട്ട് സെയിം ആയിരിക്കത്തില്ല, അവിടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. സോ ദ നെക്സ്റ്റ് ഈസ്
വെൻ ദ റോളർ ഹാസ് കോണ്ടാക്ട് വിത്ത് ദ നോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. നോസ് പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ എൻഡ് പൊസിഷൻ, ഈ ഒരു കർവ് പൊസിഷനാണ് നോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോളോവർ ഈ നോസ് പൊസിഷനിൽ കൂടെ മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ്റെ എക്സ്പ്രഷനാണ് അടുത്തായിട്ട് നമ്മളിത് കാണാൻ പോകുന്നത്. സോ ഇനിഷ്യലി ഇവിടെ പറയുന്നത് എ റോളർ ഹാസ് കോണ്ടാക്ട് വിത്ത് സർക്കുലർ നോസ് അറ്റ് ജി ആസ് ഷോൺ ഇൻ ഫിഗർ. സോ റോളർ ഇനിഷ്യലി കണ്ടോ നോസ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നോസ് പൊസിഷൻ്റെ മാക്സിമം പൊസിഷൻ എന്ന് പറയുന്നത് ഈ അപ്പെക്സ് പൊസിഷനാണ്. സോ ഇതാണ് നോസ് പൊസിഷൻ്റെ ബിഗിനിങ്. റോളർ ഈ ജിയുമായിട്ട് കോണ്ടാക്റ്റ് നിൽക്കുന്ന സമയമാണ് നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ, അതാണ് പറയുന്നത്. ദ സെൻറ്റർ ഓഫ് ദ റോളർ ലൈസ് അറ്റ് ഡി ഓൺ ദ പിച്ച് കർവ്. സോ ഈ ജി പൊസിഷനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ സ്ട്രൈറ്റ് ഫ്ലൈങ്ങിൻ്റെ ജി എന്നുള്ള ഈ പൊസിഷനിൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ റോളറിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഡിയിലായിരിക്കും. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് യൂഷ്വലി മെഷേർഡ് ഫ്രം ദ ടോപ്പ് പൊസിഷൻ ഓഫ് ദ റോളർ. അപ്പം ഈ ഡിയിലിരുന്ന റോളർ, നോസ് പൊസിഷൻ ഡിയിലിരുന്ന റോളർ റോൾ ചെയ്ത് ഈ അപ്പെക്സ് പൊസിഷനിലോട്ട് വന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, അതാണ് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് യൂഷ്വലി മെഷേർഡ് ഫ്രം ദ ടോപ്പ് പൊസിഷൻ ഓഫ് ദ റോളർ. ദാറ്റ് ഈസ് വെൻ ദ റോളർ ഹാസ് കോണ്ടാക്ട് വിത്ത് ദ അപ്പെക്സ് ഓഫ് ദ നോസ് പൊസിഷൻ എച്ച് ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ റോളർ ലൈസ് ഓൺ ജെ ഓൺ ദ പിച്ച് കർവ്. അപ്പം ഈ റോളർ, ഇവിടെ ഇരുന്ന റോളർ റോൾ ചെയ്ത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവിടെ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഈ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഈ എക്സ് ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഒ ആണ് നമ്മുടെ ക്യാമിൻ്റെ സെൻറ്റർ അല്ലേ. ഒ തൊട്ട് ഒ ജെ മൈനസ് ഒ ഡി എന്ന് വെച്ചാൽ ഈ അപ്പെക്സ് പൊസിഷനിൽ ഉള്ള ഈ റോളറിൻ്റെ സെൻറ്ററാണ് ജെ. സോ ഒ തൊട്ട് ജെ വരെയുള്ള ഡിസ്റ്റൻസ് ഒ ജെ മൈനസ് ഒ ഡി. ഒ ഡി എന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ റോളറിൻ്റെ സെൻറ്ററാണ് ഡി എ. സോ ഒ ഡി, ഒ ജെ മൈനസ് ഒ ഡി. ഇവിടെ ഒ ജെ തൊട്ടുള്ള ഡിസ്റ്റൻസ് മൈനസ് ഒ ഡി എന്നുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് ആയിരിക്കും അല്ലേ. ആ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി നമ്മുടെ ഫോളോവറിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതാണ് ഇവിടെ ലിഫ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ രണ്ട് ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് ലിഫ്റ്റ്. സോ എക്സ് ഇസിക്കൽ ടു, സോ ലെറ്റ് തീറ്റ ഈസ് ദ ആംഗിൾ ടേൺ ബൈ ദ ക്യാം മെഷേർഡ് ഫ്രം ദ പൊസിഷൻ വെൻ ദ റോളർ ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ നോസ്. ഓക്കെ, സോ കണ്ടോ തീറ്റ കണ്ടോ, തീറ്റ എന്ന് വെച്ചാൽ ഏതാ തീറ്റ കണ്ടോ, തീറ്റ 1 എന്നാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ തീറ്റ 1 ആണ്. സോ ഇനിഷ്യലി ഈ പൊസിഷനിൽ ഇരുന്ന റോളർ റോൾ ചെയ്ത് അപ്പെക്സ് പൊസിഷനിലോട്ട് വന്നു. അപ്പോൾ അതിനുവേണ്ടി എടുത്ത ആംഗിളാണ് തീറ്റ 1. ഓക്കെ, അപ്പോൾ അതാണ് തീറ്റ 1. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ റോളർ ഈസ് ഗിവൺ ബൈ എക്സ് ഇസിക്കൽ ടു ഒ ജെ മൈനസ് ഒ ഡി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇവിടെ ഇരുന്ന റോളർ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ, ഈ അപ്പെക്സ് പൊസിഷനിലോട്ട് എത്തിയപ്പോൾ അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒ തൊട്ട് ജെ വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് ഒ തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒ ജെ മൈനസ് ഒ ഡി, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒ ജെ മൈനസ് ഒ എ പ്ലസ് എ ഡി. ഒ ഡിയെ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിക്കുക, ഒ ഡി എന്ന് വെച്ചാൽ ഏതാ, ഒ തൊട്ട് ഡി വരെയുള്ള ഡിസ്റ്റൻസ്. എന്ന് വെച്ചാൽ അതിനെ നമ്മളിങ്ങനെ എഴുതുന്നു, ഒ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ എ ഡി ഡിസ്റ്റൻസ്. കണ്ടോ, ഒ ഡി എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്. സോ ഒ ഡിയെ നമ്മൾ ഒ എ പ്ലസ് ഈ എ ഡി, ആ ഡിസ്റ്റൻസിൻ്റെ ഇതായിട്ട് നമ്മൾ എഴുതുന്നു. അതാണ് ഒ ഡിയെ നമ്മൾ എഴുതുന്നത്. ഒ ജെ മൈനസ് ഒ എ പ്ലസ് എ ഡി എഴുതുന്നു. എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ഒ ജെ നമ്മൾ എഴുതുന്നു. ഒ ജെ എന്ന് നോക്കിക്കേ, ഒ തൊട്ട് ജെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഒ ജെ. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, ഒ കെ പ്ലസ് കെ ജെ എന്ന് എഴുതാമല്ലോ. കണ്ടോ, ഒ കെ പ്ലസ് കെ ജെ, ആ രണ്ട് ഡിസ്റ്റൻസുകളുടെ സമ്മാണ് ഈ ഒ ജെ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുന്നു ഒ കെ പ്ലസ് കെ ജെ മൈനസ് ഈ ഒ എ പ്ലസ് എ ഡി, അതുപോലെ നമ്മൾ എഴുതുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കുക, ഒ കെ ഇസ്കൽ ടു ആർ. ഒ കെ എന്ന് വെച്ചാൽ എന്തുവാ, ഓക്കെ കണ്ടോ, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ആറായിട്ട് ഓൾറെഡി ഈ ഫിഗറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ നമ്മൾ ആറായിട്ട് നമ്മൾ എഴുതുന്നു. ഓക്കെ ഈക്വൽ ടു ആർ എന്ന് നമ്മൾ എഴുതുന്നു. അതുപോലെ തന്നെ കെ ജെ കണ്ടോ, കെ ജെ എന്ന് വെച്ചാൽ ഈ ടേമ, കെ ജെ ഇസിക്കൽ ടു കെ എച്ച് പ്ലസ് എച്ച് ജെ. കെ ജെ കണ്ടോ, ഇതാണ് കെ, ഇതാണ് ജെ. കെ ജെ എന്ന് പറയുന്നത് കണ്ടോ, കെ എച്ച് പ്ലസ് എച്ച് ജെ, ശരിയല്ലേ? അതുപോലെ എഴുതുന്നു, കെ എച്ച് പ്ലസ് എച്ച് ജെ എന്ന് വെച്ചാൽ കെ എച്ച് എന്ന് വെച്ചാൽ R3 ആണ്. കണ്ടോ, കെ എച്ച് എന്ന് വെച്ചാൽ കണ്ടോ, കെ തൊട്ട് എച്ച് വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ലീനിയർ ഡിസ്റ്റൻസ്, ഇത് R3 ആണ്. എച്ച് ജെ എന്ന് പറഞ്ഞാൽ ഈ റേഡിയസ്, റോളറിൻ്റെ റേഡിയസ്, അത് R2 ആണ്. ഓക്കെ, സോ ആ R2 നമ്മൾ R2 പ്ലസ് R3 ഇസിക്കൽ ടു L.
അത് L ആണ്. കാരണം നോക്കിക്കേ, ഇത് R3 ആണ്, ഇത് R2 ആണ്. അതിൻ്റെ സമ്മാണ് ഈ L ആയിട്ട് ലിഫ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഈക്വൽ ടു L എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനലി ഈക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. x ഈസിക്കൽ ടു R പ്ലസ് L അല്ലേ? എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, x ഈസിക്കൽ ടു OK പ്ലസ് KJ മൈനസ് OA പ്ലസ് AD ആണ് അല്ലേ? അപ്പോൾ ഈ OK നോക്കിക്കേ, OK നമുക്ക് എങ്ങനെ എഴുതാം? O തൊട്ട് K വരെയുള്ള ഡിസ്റ്റൻസ് അത് R ആണ് അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, R പ്ലസ് അടുത്തത് KJ. ഈ KJ ഡിസ്റ്റൻസ് എന്തുവാ? KJ നമുക്ക് ഇവിടെ കണ്ടു, KJ ഈസിക്കൽ ടു R2 പ്ലസ് R3 ഈസിക്കൽ ടു L എന്ന് എഴുതാം. അതാണ് ഇവിടെ L എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഈ OK ആണ് ഈ R, ഈ KJ ആണ് ഈ L മൈനസ് അടുത്തത് OA നമുക്ക് എങ്ങനെ എഴുതിയിരിക്കുന്നത്? OK കോസ് തീറ്റ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കേ, OAK എന്നുള്ള ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ കണ്ടോ, ഇവിടുത്തെയാണ്, ഇതാണ് θ1. അപ്പോൾ അതിൻ്റെ കോസ് തീറ്റ എടുക്കുവാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ എന്തുവാ? OA. അതാണ് OA എഴുതിയിരിക്കുന്നത്. ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ സൈഡ് ഓപ്പോസിറ്റ് ടു ദ 90 ഡിഗ്രി ആംഗിൾ. ഇതാണ് 90 ഡിഗ്രി ആംഗിൾ. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് വെച്ചാൽ OK ആണ്. സോ നമുക്കിങ്ങനെ എഴുതാം, കോസ് തീറ്റ ഈസിക്കൽ ടു OA ഡിവൈഡഡ് ബൈ OK എന്ന് എഴുതാം. അതാണ് അവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്തുവാ? നമ്മൾ അടുത്ത എക്സ്പ്രഷൻ, നമ്മൾ ഈ OKയും KJയും എഴുതി, അടുത്തത് OA ആണ് വേണ്ടത്. അപ്പോൾ ഈ OA നമുക്കിങ്ങനെ എഴുതാം, OA ഈസിക്കൽ ടു OK കോസ് θ1 എന്ന് നമുക്ക് എഴുതാം. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ എക്സ്പ്രഷൻ ഏതാ? OK പ്ലസ് KJ മൈനസ് OA പ്ലസ് AD. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇതിനകത്തെ OK R ആണെന്ന് നമുക്കറിയാം, KJ L എന്നറിയാം. അതുപോലെ തന്നെ ഈ OA ആണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയിരിക്കുന്നത്, OK കോസ് θ1. മനസ്സിലായല്ലോ? സോ OK കോസ് θ1 പ്ലസ് അടുത്ത ടേം എന്തുവാ? ഈ AD ആണ് അടുത്ത ടേം. ഈ ADയെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ADയെ നമുക്ക് DK കോസ് ബീറ്റ എന്ന് നമുക്ക് വേണേൽ എഴുതാം. ഓക്കെ, സോ കോസ് ബീറ്റ എഴുതുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കോസ് ബീറ്റ എന്ന് പറയുന്ന ടൈം കണ്ടോ, ഇവിടുത്തെ ആംഗിളാണ് കോസ് ബീറ്റ. ഓക്കെ, സോ ഈ ഫിഗറിൽ നോക്കിയാൽ മതി, ഇതാണ് ബീറ്റ. അപ്പോൾ അതിൻ്റെ കോസ് ബീറ്റ എടുത്താൽ എന്ത് സംഭവിക്കും? കോസ് ബീറ്റ ഇസിക്കൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ എന്തോ, ഇതാണ് കോസ് ബീറ്റ എങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വെച്ചാൽ DA ആണ് അഡ്ജസൻറ്റ് സൈഡ്. കോസ് ബീറ്റ ഇസിക്കൽ ടു DA അല്ലെങ്കിൽ AD എന്ന് എഴുതാം. AD ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ ഇതാണ് 90 ഡിഗ്രിയുടെ ആംഗിൾ. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്ന് വെച്ചാൽ ഈ DK ആണ്. സോ AD ഡിവൈഡഡ് ബൈ DK വരും. അപ്പോൾ നമ്മുടെ ടേം എന്തുവാ? നമ്മുടെ ടേം AD ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ADയെ നമുക്ക് ഇങ്ങനെ എഴുതാം, AD ഈസിക്കൽ ടു DK കോസ് ബീറ്റ എന്ന് നമുക്ക് എഴുതാം. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്, DK കോസ് ബീറ്റ. ഓക്കെ, എന്നിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ OK നമുക്കറിയാം, OK എന്നുള്ള ടേമിന് നമുക്ക് R എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ആദ്യത്തെ ടേംസൊക്കെ അതുപോലെ എഴുതുന്നു, R പ്ലസ് L അതുപോലെ എഴുതി, മൈനസ് ഈ OK എന്നുള്ള ടേമിന് പകരം R കോസ് θ1 എഴുതുന്നു, പ്ലസ് ഈ DK എന്നുള്ളത് നോക്കിക്കേ, DK ഈ D തൊട്ട് K വരെയുള്ള ഡിസ്റ്റൻസ്. സോ കണ്ടോ, ഈ ഡിസ്റ്റൻസ് തന്നെയാണ് ഈ L എന്നുള്ള ഡിസ്റ്റൻസ്. കണ്ടോ, ഈ റോളർ ഇവിടുന്ന് റോൾ ചെയ്ത് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. സോ ഈ DK ഡിസ്റ്റൻസ് തന്നെയാണ് ഈ L എന്നുള്ള ഡിസ്റ്റൻസ്. സോ DK നമുക്ക് L എന്ന് കൊടുക്കാം. സോ DKക്ക് L എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ L കോസ് ബീറ്റ എന്ന് വരുന്നു. സോ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് L പ്ലസ് R. ഈ L ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് എഴുതി, L പ്ലസ് R മൈനസ് ബ്രാക്കറ്റ് വെളിയിലോട്ട് ബ്രാക്കറ്റ് നമ്മൾ കളഞ്ഞു, അപ്പോൾ മൈനസ് വരുന്നു, മൈനസ് R കോസ് θ1 മൈനസ് L കോസ് ബീറ്റ എന്ന് വരുന്നു. ഓക്കെ, സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. സോ അടുത്തായിട്ട് നമ്മൾ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണ്, OAKയും DAKയും. സോ ദിസ് ഈസ് OAK. ഈ ട്രയാങ്കിളാണ് OAK. DAK എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളാണ്. ഓക്കെ, സോ ഈ രണ്ട് ട്രയാങ്കിളിലെ നമ്മൾ സൈൻ ബീറ്റയും സൈൻ θ1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ വി ക്യാൻ ജസ്റ്റ് കാൽക്കുലേറ്റ്. Okay, sin beta. First we can calculate sin beta. Sin beta എന്ന് വെച്ചാൽ ഈ ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ AK ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ സൈഡ് ഓപ്പോസിറ്റ് ടു ദ 90 ഡിഗ്രി ആംഗിൾ. സോ ഇതാണ് 90 ഡിഗ്രി ആംഗിൾ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് DK ആണ്, AK ബൈ DK. From this we can write AK that will be equal to DK sin beta. Similarly,
നമ്മൾ സൈൻ തീറ്റ വണ്ണിന് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. സൈൻ തീറ്റ വൺ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇതാണ് തീറ്റ വൺ. സോ സൈൻ തീറ്റ വൺ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ എ കെ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഇതാണ് 90 ഡിഗ്രി. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന ഹൈപ്പോട്ന്യൂസ് എന്ന് വെച്ചാൽ ഓക്കെ. ഫ്രം ദിസ് നമുക്ക് എ കെ ഇങ്ങനെ എഴുതാം. എ കെ ഇസ് ഈക്വൽ ടു ഓക്കെ സൈൻ തീറ്റ വൺ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടോ എ കെ എന്ന് വെച്ചാൽ ഡി കെ സൈൻ ബീറ്റ, വീണ്ടും എ കെ എന്ന് വെച്ചാൽ ഓക്കെ സൈൻ തീറ്റ. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. കണ്ടോ എ കെ ഇസിക്കൽ ടു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എ കെ ഇസിക്കൽ ടു ഡി കെ സൈൻ ബീറ്റ ഇസിക്കൽ ടു ഓക്കെ സൈൻ തീറ്റ വൺ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, നമ്മൾ ഈ ഡി കെ എന്നുള്ളതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുക. ഈ ഡി കെ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഈ ഡി കെ എഴുതിയിരിക്കുന്നുണ്ടോ, ഡി കെ ഇസിക്കൽ ടു കെ ജെ ഇസിക്കൽ ടു, നമ്മളിതൊക്കെ കണ്ടതാണ്. ഡി കെ നമുക്ക് എൽ എന്ന് എഴുതാം. സോ ഈ ഡി കെക്ക് പകരം നമ്മൾ എൽ എഴുതുന്നു, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എൽ സൈൻ ബീറ്റ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഓക്കെ എന്നുള്ള വാല്യൂ നോക്കുക. ഓക്കെ എന്നുള്ള വാല്യൂ ഇത് ഒയും ഇത് കെയും ആണ്. ഓക്കെ കണ്ടോ, ഈ ആർ വാല്യൂ ആണ് ഓക്കെ. സോ ഓക്കെയുടെ അവിടെ നമ്മൾ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആർ സൈൻ തീറ്റ വൺ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ വി ആർ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, സ്ക്വയർ ചെയ്യുന്ന രണ്ട് സൈഡും. അപ്പോൾ എൽ സ്ക്വയർ സൈൻ സ്ക്വയർ ബീറ്റ ഇസിക്കൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വൺ എന്ന് കിട്ടുന്നു. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, ഈ സൈൻ സ്ക്വയർ ബീറ്റയെ നമ്മൾ 1 മൈനസ് കോസ് സ്ക്വയർ ബീറ്റ എന്ന് നമ്മൾ എഴുതുന്നു. അതാണ് ഈ സ്റ്റെപ്പിൽ കാണുന്നത്. എൽ സ്ക്വയർ ഇൻറ്റു ഈ സൈൻ സ്ക്വയർ ബീറ്റയെ നമ്മൾ 1 മൈനസ് കോസ് സ്ക്വയർ ബീറ്റ എന്ന് നമ്മൾ എഴുതുന്നു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വൺ എന്ന് കിട്ടുന്നു. ഫ്രം ദിസ് നമ്മൾ അകത്തോട്ട് ഈ എൽ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു, എൽ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വൺ എന്ന് നമുക്ക് കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, ഈ എൽ സ്ക്വയർ അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പം എൽ സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ ഇസിക്കൽ ടു എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് കിട്ടുന്നു. സോ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് എൽ കോസ് ബീറ്റ. അപ്പോൾ ഇതിൽ നിന്നും ഇപ്പോൾ എൽ സ്ക്വയർ കോസ് സ്ക്വയർ ബീറ്റ നമുക്ക് കിട്ടിയിരിക്കുന്നത്, അതിൽ നിന്ന് എൽ കോസ് ബീറ്റ കിട്ടാൻ വേണ്ടി നമ്മൾ സ്ക്വയർ റൂട്ട് എഴുതുന്നു. എന്ന് വെച്ചാൽ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വൺ ദ ഹോൾ റൈസ് ടു 1/2 എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എൽ കോസ് ബീറ്റ കിട്ടി. അടുത്തായിട്ട് നമ്മൾ ഈ എൽ കോസ് ബീറ്റയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ എൽ കോസ് ബീറ്റ വരുന്നുണ്ട്. സോ ഈ വാല്യൂ നമ്മൾ ആ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഇസിക്കൽ ടു എൽ പ്ലസ് ആർ മൈനസ് ആർ കോസ് തീറ്റ വൺ, അതുപോലെ തന്നെ എഴുതി, അത്ര സ്റ്റെപ്പിന് ഒരു വ്യത്യാസമില്ല. മൈനസ് ഈ എൽ കോസ് ബീറ്റയ്ക്ക് പകരം നമ്മൾ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വൺ ദ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 കിട്ടി. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇനി അടുത്തതായിട്ട് നമുക്ക് വെലോസിറ്റി കിട്ടണം. വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഡിഫറൻഷ്യേറ്റിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡി ടി, അതാണ് ഡി എക്സ് ബൈ ഡി ടി ചെയ്യുന്നത്. സോ ഡി എക്സ് ബൈ ഡി ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി എക്സ് ബൈ ഡി തീറ്റ വൺ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ വൺ ബൈ ഡി ടി ചെയ്യുന്നു. സോ വി വിൽ ബി ഗെറ്റിംഗ്, ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് ഈ ഹോൾ ഇക്വേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് ഈ കിട്ടുന്നത്. സോ ഇത് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കുന്നില്ല, നിങ്ങളിത് എഴുതി ചെയ്ത് നോക്കിയാലേ ഈ വാല്യൂസ് കിട്ടത്തുള്ളൂ. സോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡി എക്സ് ബൈ ഡി തീറ്റ വൺ, അതാണ് ഡി എക്സ്, ഇതാണ്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ വൺ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു, അത് ഇൻറ്റു ഡി തീറ്റ വൺ ബൈ ഡി ടി. ഈ ഡി തീറ്റ വൺ ബൈ ഡി ടി നമ്മൾ ഡി തീറ്റ വൺ ബൈ ഡി ടി എന്ന് തന്നെ നമ്മൾ എഴുതുന്നു. സോ ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന വാല്യൂസ്, ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. ഞാനിത് ജസ്റ്റ് ഫോർമുലായിട്ട് പറഞ്ഞു പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഒരു നെഗറ്റീവ് ആർ നെഗറ്റീവ് സൈൻ തീറ്റ ഉണ്ട്, അത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ആർ സൈൻ തീറ്റ വൺ എന്ന് എഴുതുന്നു. ഇൻറ്റു ഡി തീറ്റ വൺ ബൈ ഡി ടി എന്നെഴുതി, ഹാഫ് ഇൻറ്റു നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ ഒമേഗ ആർ നമ്മൾ കോമൺ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒമേഗ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതുണ്ട്, ഡി തീറ്റ ബൈ ഡി ടിയെ നമ്മൾ ഒമേഗ എന്ന് നമ്മൾ എഴുതുക. കാര്യം ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് ഡെറിവേറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഡി തീറ്റ വൺ ബൈ ഡി ടി ഒമേഗ എഴുതി, ഒമേഗ ഇൻറ്റു ആർ എല്ലായിടത്തും കോമൺ വരുന്നുണ്ട്, അതുകൊണ്ട് ആർക്ക് നമ്മൾ കോമൺ എടുത്തു. ബ്രാക്കറ്റിനകത്ത് സൈൻ തീറ്റ വൺ പ്ലസ് ആർ സൈൻ 2 തീറ്റ വൺ ബൈ 2 ഇൻറ്റു എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ദ ഹോൾ റൈസ് ടു 1/2. ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടി. സോ ഇതാണ് നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അതിനുശേഷം നമ്മൾ ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കിട്ടിയ വെലോസിറ്റിയെ നമ്മൾ ഡി വി ബൈ ഡി ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി വി ബൈ ഡി ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഡി വി ബൈ ഡി തീറ്റ വൺ മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ വൺ ബൈ ഡി ടി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പം
ഡി വി ബൈ ഡി ടി കണ്ടോ, ഈ ഡി വി ബൈ ഡി തീറ്റ 1 ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഡി തീറ്റ 1 ബൈ ഡി ടി ആണ് ഈ പുറത്തെഴുതിയിരിക്കുന്നത്. സോ നിങ്ങൾ ഈ എക്സ്പ്രഷൻസ് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കണം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കിടക്കുന്ന വാല്യൂസ് കിട്ടത്തുള്ളൂ. സോ നമ്മൾ ചെയ്യുന്നത് ഒമേഗ ആർ അതുപോലെ എഴുതി ഇൻറ്റു കണ്ടോ, ഇവിടെ ഡിഫറൻഷിയേഷൻ ഈ ഒരു ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സൈൻ തീറ്റയ്ക്ക് വരെ ഇവിടെ കോസ് തീറ്റ വന്നത്, മൾട്ടിപ്ലൈഡ് ബൈ അടുത്തത് ഈ ഒരു ഹോൾ ടേമിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഫുൾ ഇത്. സോ അങ്ങനെ നമുക്കിത് കിട്ടുന്നു, മൾട്ടിപ്ലൈഡ് ബൈ ഡി തീറ്റ 1 ബൈ ഡി ടി അതുപോലെ എഴുതുന്നു. നമുക്കറിയാം ഡി തീറ്റ 1 ബൈ ഡി ടി ഒമേഗ ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഒമേഗ നമ്മൾ ഡി തീറ്റ ബൈ ഡി തീറ്റ 1 ബൈ ഡി ടി എന്നുള്ളതിന് നമ്മൾ ഒമേഗ എന്നുള്ള ടേംസിൽ നമ്മൾ എഴുതും. അതാണ് ഇവിടെ ഒമേഗ സ്ക്വയർ വന്നത്. ഈ ഒമേഗ സ്ക്വയർ വരാൻ കാരണം ഇവിടെ ഓൾറെഡി ഒരു ഒമേഗ ഉണ്ട്. ഈ ഒമേഗയും ഇവിടുത്തെ ഒമേഗയും കൂടെ വരുമ്പോഴാണ് ഇവിടെ ഒമേഗ സ്ക്വയർ വരുന്നത്. എന്നിട്ട് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന സ്റ്റെപ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ഫൈനലി നമുക്ക് ഈ ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒമേഗ സ്ക്വയർ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് എൽ സ്ക്വയർ ആർ കോസ് 2 തീറ്റ 1 പ്ലസ് ആർ ക്യൂബ് സൈൻ റൈസ് ടു 4 തീറ്റ 1 ബൈ എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1 ദ ഹോൾ റൈസ് ടു 3/2. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ. സോ ഈ ഡിഫറൻഷിയേഷൻ ഞാൻ അത് തന്നെ ചെയ്ത് നോക്കുക. ഡിഫറൻഷിയേഷനൊക്കെ നിങ്ങൾ +2 പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അത് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഡിഫറൻഷിയേഷൻ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റെപ്സ് ആയിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. സോ ഇത്രയാണ് ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ട്. ഓക്കെ, സോ ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്തായിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ടാൻജൻറ്റ് ക്യാം വിത്ത് റെസിപ്രോക്കേറ്റിംഗ് ഫോളോവറിൻ്റെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ആക്സലറേഷൻ്റെ ഡെറിവേഷൻസ്. ഓക്കെ, താങ്ക് യു.